മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായിരുന്നു CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പുമായുള്ള ബന്ധം ലാലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റിനും പ്രധാന സ്പോൺസറായിരുന്നു. അതുകൊണ്ട് തന്നെ റോയുടെ മരണം ലാലിനും ഏഷ്യാനെറ്റിനും ഞെട്ടലായി. തൃശൂർ ഗുരുവായൂർ സ്വദേശിയായ റോയ് ജനിച്ചു വളർന്നത് ബംഗളൂരുവിലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിനു ശേഷം സ്വിറ്റ്സർലാൻഡിലെ SBS ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. ബഹുരാഷ്ട്ര കമ്പനിയായ HP ജോലി രാജിവെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. 2006 തുടക്കമിട്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയാണ് വളർന്നത്. തുടർന്ന് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എന്റർടൈൻമെന്റ്, വിദ്യാഭ്യാസം, റീറ്റെയിൽ തുടങ്ങിയ രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിച്ചു. സിനിമയിലും തിളങ്ങി. ലാൽ ചിത്രങ്ങളായിരുന്നു കൂടുതലും. ബിഗ് ബോസ്, ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയ ജനപ്രീതി ഷോകൾ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഏഷ്യാനെറ്റിന്റെയും അടുത്ത സുഹൃത്തായി. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും തീരാ നഷ്ടമാണ് 56-കാരന്റെ മരണം. കേരളത്തിലെ പല പ്രമുഖരും കോൺഫിഡന്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കും ഇരുട്ടടിയാണ് ഈ ആത്മഹത്യ. കോൺഫിഡന്റ് ഗ്രൂപ്പിലൂടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച റോയ് കേരളത്തിലെ സിനിമാ മേഖലയിലും ശക്തമായ സാന്നിധ്യമായിരുന്നു. നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചതിന് പുറമെ പല പ്രോജക്റ്റുകളും സുഗമമായി റിലീസ് ചെയ്യുന്നതിനായി നിർമ്മാതാക്കളെയും വിതരണക്കാരെയും അനൌദ്യോഗികമായി സഹായിക്കുന്നതിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒറ്റയ്ക്ക് നിർമ്മിച്ച ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ കാസനോവ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നിവ റിലീസ് സമയത്തെ ഏറ്റവും ചിലവേറിയ മലയാള സിനിമകളായിരുന്നു. മോഹൻലാലിന്റെ താരമൂല്യം കാരണം ഈ 2 ചിത്രങ്ങളും റെക്കോർഡ് ഓപ്പണിംഗ് നേടിയെങ്കിലും പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. ടോവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി, സുരേഷ് ഗോപിയുടെ മേഹു മൂസ എന്നിവയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച മറ്റു പ്രധാന ചിത്രങ്ങൾ. മേഹു മൂസയിൽ മറ്റു നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും നിർമ്മാണത്തിന്റെ പ്രധാന പങ്കും വഹിച്ചത് റോയ് ആയിരുന്നു. കന്നഡയിൽ ക്രേസി ലോക, രാധനഗണ്ഡ എന്നീ ചിത്രങ്ങളിലും കോൺഫിഡന്റ് ഗ്രൂപ്പ് സഹകരിച്ചു. മോഹൻലാൽ നായകനായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രവും കോൺഫിഡന്റ് ഗ്രൂപ്പാണ് നിർമ്മിച്ചത്. ആശീർവാദ് സിനിമാസും നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു. ഭാവന നായികയാകുന്ന അനോമിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് അവസാനമായി സഹകരിച്ച ചിത്രം. 2026 ഫെബ്രുവരി 6 ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം.